Hi students, ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെല്ലാവരും ചെയ്താലേ ഓക്കെ അല്ലേ? സംശയമോ കാര്യങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം മക്കളെ. അത് നിങ്ങൾ പേടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാതെ ബാക്കൗട്ട് അടിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി അടുത്ത ഒരു വെറൈറ്റി ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. 4 years ago Rahim's age was 4 years ago Rahim's age was thrice times Ramu's age. Thrice എന്ന് പറഞ്ഞ 3 times Ramu's age. Rahim's age was 3 times Ramu's age. Okay, 4 years ago Rahim's age was 3 times Ramu's age. Full stop. After 2 years it would be double. It would just be double. Double I. What are their ages now? ക്വസ്റ്റ്യൻ മനസ്സിലായ മക്കളെ? രണ്ടാൾക്കാരുണ്ട്, റഹീമും രാമും. ഓക്കെ, അപ്പം റഹീമിൻ്റെ ഏജ് നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. റഹീമിൻ്റെ ഏജ് നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. രാമുവിൻ്റെ ഏജ് നമ്മൾ എന്തായിട്ട് എടുത്തു? വൈ ആയിട്ട് എടുത്തു. ഓക്കെ, റഹീമിൻ്റെ ഏജ് നമ്മൾ എക്സ് ആയിട്ടും രാമുവിൻ്റെ ഏജ് നമ്മൾ എന്തോ ആയിട്ട് എടുത്തു? വൈ ആയിട്ട് എടുത്തു. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം നോക്കിക്കോ. 4 years ago റഹീംസ് ഏജ് വാസ് 3 times രാമുസ് ഏജ് അല്ലേ? ഇപ്പോൾ രണ്ടാളെയും പ്രസൻറ്റ് ഏജ് നമ്മൾ എക്സും വൈ ആയിട്ടാണ് എടുത്തത്. റഹീമിന് ഇപ്പോൾ എക്സും രാമുവിന് ഇപ്പോൾ ഏജ് വൈ ആണെന്ന് വിചാരിക്കുക. 4 years ago രണ്ടാളെ ഏജ് എത്രയായിരിക്കും? 4 years ago റഹീമിൻ്റെ ഏജ് എത്രയായിരിക്കും? കൂടാ ഏജ് ഓഫ് റഹീം എത്രയായിരിക്കും? 4 കൊല്ലം മുമ്പ് റഹീമിൻ്റെ ഏജ് എത്രയായിരിക്കും? ഇപ്പോൾ എക്സ് ആണ്, അപ്പോൾ 4 കൊല്ലം മുമ്പ് എത്ര ഏജ്? ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ 20 വയസ്സാണെന്ന് വിചാരിക്കുക. എനിക്കിപ്പം 20 വയസ്സാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 കൊല്ലം മുമ്പ് എൻ്റെ വയസ്സ് എത്രയായിരിക്കും? എൻ്റെ ഏജ് എത്രയായിരിക്കും? കൂടാ 20 ഒരു 4 കുറച്ചാൽ പോലെ എത്ര? 16 വയസ്സ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 വയസ്സാണെന്ന് വിചാരിക്കുക. 4 കൊല്ലം മുമ്പ് എൻ്റെ വയസ്സ് എത്ര? 10 - 4 എത്ര? 6. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു 25 വയസ്സാണെന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ 25 വയസ്സാണെങ്കിൽ 4 കൊല്ലം മുമ്പ് എൻ്റെ വയസ്സ് എത്ര? 21. എങ്ങനെയാണ് കിട്ടിയത്? 25 - 4 ചെയ്തു. സോ നമുക്ക് എത്ര കിട്ടി? 21 എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ റഹീമിനിപ്പം ഏജ് എക്സ് ആണെങ്കിൽ 4 years ago റഹീമിൻ്റെ ഏജ് എത്രയായിരിക്കും? കൂടാ 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ് എത്രയായിരിക്കും? എക്സ് - 4. ഓക്കെ, ആൻഡ് രാമുവിൻ്റെ ഏജ് എത്രയായിരിക്കും? 4 വർഷം മുമ്പ് 4 years ago രാമോസ് ഏജ് വാസ് എത്രയായിരിക്കും? വൈ - 4. രണ്ടാൾക്ക് 4 വയസ്സ് കുറയില്ലടാ. ഇപ്പം റഹീമിന് 4 കൊല്ലം മുമ്പ് 4 വയസ്സ് കുറയും, രാമുവിന് എത്ര വയസ്സിന് കുറയും? 4 വയസ്സ് കുറയും. സോ 4 വർഷം മുമ്പുള്ള രണ്ടാൾ ഏജ് നമുക്ക് കിട്ടി. എത്ര? റഹീമിൻ്റെ ഏജ് എക്സ് - 4ഉം രാമുവിൻ്റെ ഏജ് എത്ര? വൈ - 4. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നത്. നോക്കിക്കോടാ. 4 years ago റഹീംസ് ഏജ് വാസ് 3 times രാമുസ് ഏജ് അല്ലേ? റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിൻ്റെ 3 ടൈമാണ്. അതായത് രാമുവിന് ഇപ്പോൾ 10 വയസ്സുണ്ടെങ്കിൽ റഹീമിന് എത്രയുണ്ടാവും? 10 × 10 × 3 എത്ര? 30 അല്ലേ? രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആര് ഏജ് കിട്ടും? റഹീമിൻ്റെ ഏജ് കിട്ടും. ഇപ്പോൾ സപ്പോസ് രാമുവിന് ഇപ്പം 20 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. രാമുവിന് 20 വയസ്സുണ്ടെങ്കിൽ റഹീമിന് എത്ര വയസ്സുണ്ടാവും? 20 × 3 20 × 3 എത്ര? 60 അല്ലേ? രാമുവിൻ്റെ ഏജിനോട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആര് ഏജ് കിട്ടും? റഹീമിൻ്റെ ഏജ് കിട്ടും. അതല്ലേ പറഞ്ഞത്? 4 years ago റഹീംസ് ഏജ് വാസ് 3 times രാമുസ് ഏജ്. റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ്. സോ രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആര് ഏജ് കിട്ടും? റഹീമിൻ്റെ ഏജ് കിട്ടും അല്ലേ? അപ്പോൾ റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എഴുതിയാൽ മനസ്സിലായല്ലോടാ. റഹീമിൻ്റെ ഏജ് പറയുന്നത് രാമുവിൻ്റെ ഏജിനെ × 3 ചെയ്താൽ നമുക്ക് ആര് ഏജ് കിട്ടും? റഹീമിൻ്റെ ഏജ് കിട്ടും. രാമുവിന് ഇപ്പോൾ 10 ആണെങ്കിൽ റഹീമിന് എത്ര ആയിരിക്കും? ഓൻ്റെ വയസ്സിനോട് × 3 ചെയ്യുക. അപ്പോൾ × 3 ചെയ്താൽ റഹീമിൻ്റെ വയസ്സ് എത്ര ആയിരിക്കും? അതിന് ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞിട്ടില്ലേ? സോ ഇതിലടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് അല്ലേടാ. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് - 4 ഒന്നും ചെയ്യേണ്ടത് അതുപോലെ വെക്കാം. എക്സ് - 4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 × y ദാറ്റ് ഈസ് 3 × y എന്ന് പറഞ്ഞാൽ എത്രയാ? 3y. ഓക്കെ, ഇനി ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് എഴുതാം. 3 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12.
കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ലെറ്റേഴ്സ് എല്ലാം ഒരു സ്ഥലത്ത് വെക്കാം, നമ്പേഴ്സ് എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കാം. സോ ലെറ്റേഴ്സ് എല്ലാം ഒരു സ്ഥലത്ത്, നമ്പേഴ്സ് എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നത്. സോ ഇനി -12 ഞാൻ നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. -12 ഈക്വൽ സൈഡിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. സിമിലർലി +x അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേടാ. സോ നമ്മൾ x അവിടെ നിന്ന് കൊണ്ടുപോയി, അപ്പോൾ x ഇല്ലല്ലോ. -12 ഇപ്പുറം വരുന്ന സമയത്ത് എന്തായിട്ട് മാറും, +12 അല്ലേ. പിന്നെ ഇവിടെ ആരെയില്ലു, എക്സ് പോയാൽ പിന്നെ ആരെയില്ലു, -4 ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട്, ഒരു 3y ഉണ്ട്. +x ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും മക്കളെ, -x ആയിട്ട് മാറും. ഓക്കെ, 12 - 4 എന്ന് പറഞ്ഞാൽ എത്ര, 8. സോ 8 ഈക്വൽ ടു 3y - x. ഇനി ഞാൻ ഒന്ന് മാറ്റി എഴുതട്ടെടാ, 3y - x ഇസ് ഈക്വൽ ടു 8 എന്ന് എഴുതിക്കോട്ടെ. ഇതായിരിക്കും നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. സോ നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, 3y - x ഇസ് ഈക്വൽ ടു 8. ഇതാണ് നമ്മളെ ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ അല്ലേ. അപ്പം ഇതാണ് ഞാൻ വെച്ചു. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. അടുത്തെന്ത് പറഞ്ഞിട്ടുണ്ട്, ആഫ്റ്റർ 2 ഇയേഴ്സ് അല്ലേ, 2 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പം ഇറ്റ് വുഡ് ബി ജസ്റ്റ് ഡബിൾ. ഏജ് എത്ര ആയിരിക്കും, ഡബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ 2 ഇയേഴ്സ് അല്ലേ. അപ്പം നോക്കിക്കോടാ, ആഫ്റ്റർ 2 ഇയേഴ്സ് രണ്ടാൾ ഏജ് എത്ര ആയിരിക്കും, ആഫ്റ്റർ 2 ഇയേഴ്സ് റഹീമിൻ്റെ റാമുവിൻ്റെ ഏജ് എന്തായിരിക്കും, ആഫ്റ്റർ 2 ഇയേഴ്സ് ഏജ് ഓഫ് റഹീം. ഇപ്പം എനിക്ക് 20 വയസ്സാണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് എത്ര അവിടെ, 20 + 2 22 അല്ലേ. ഇപ്പം എനിക്കൊരു 30 വയസ്സാണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് 2 വയസ്സ് കൂടൂലേ. സോ 30 + 2 32 അല്ലേ. അപ്പോൾ ഇപ്പോൾ ഏജ് എക്സ് ആണെങ്കിൽ ആഫ്റ്റർ 2 ഇയേഴ്സ് റഹീമിൻ്റെ ഏജ് എത്ര ആയിരിക്കും, x+2ഉം രാമുവിൻ്റെ ഏജ് എത്ര ആയിരിക്കും, y+2. രണ്ടാൾക്കും 2 വയസ്സ് വീതം കൂടൂലേ. ഇപ്പം എനിക്ക് 15 വയസ്സാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു 14 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. 2 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ വയസ്സ് എത്ര ആയിരിക്കും, 16 ആവില്ലേ, +2 ചെയ്താൽ പോരെ. അപ്പോൾ ഇപ്പോൾ ഏജ് എക്സ് ആണെങ്കിൽ ആഫ്റ്റർ 2 ഇയേഴ്സ് എത്ര ആയിരിക്കും ഏജ്, x+2. മറ്റേ എത്ര ആയിരിക്കും, y+2. ക്ലിയർ അല്ലേ. സോ ആഫ്റ്റർ 2 ഇയേഴ്സ് രണ്ടാൾ ഏജ് കിട്ടി, x+2 y+2. നോക്കിക്കോ, ഇനി എന്താ, ഇറ്റ് വുഡ് ബി ജസ്റ്റ് ഡബിൾ. അപ്പോൾ റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിൻ്റെ 2 ടൈംസ് ആയിരിക്കും. അതായത് രാമുവിൻ്റെ ഏജിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആര് ഏജ് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, റഹീമിൻ്റെ ഏജ് കിട്ടുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ഏജ് ഓഫ് റഹീം എന്ന് പറയുന്നത് 2 × രാമുവിൻ്റെ ഏജ് ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാടാ. അപ്പോൾ ഇവിടെ ഒരു മാറ്റമില്ല, x+2 = 2 × y, ദാറ്റ് ഇസ് ഈക്വൽ ടു 2y. ദെൻ 2 × 2, അപ്പോൾ എത്ര കിട്ടും, 4. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എക്സ് എല്ലാം ഒരു സ്ഥലത്ത് വെക്കാം, വൈ എല്ലാം ഒരു സ്ഥലത്ത് വെക്കാം. സോ ഞാനിതാ +2y ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ +2y ഇങ്ങോട്ട് വരുമ്പം -2y ആയിട്ട് മാറുമല്ലോ. ആൻഡ് +2ന് ഇപ്പുറത്ത് കൊണ്ടുപോയി. സോ അതെന്തായിട്ട് മാറും, -2 ആയിട്ട് മാറും. സോ നമുക്ക് എത്ര കിട്ടി, എക്സ് അല്ലേ. -2y ഇപ്പുറത്ത് വരുമ്പം +2y ഇപ്പുറത്ത് വരുന്ന സമയത്ത് -2y ആൻഡ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട്, 4 ഉണ്ട്. +2 അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും, -2 ആയിട്ട് മാറും. സോ x - 2y = 2. ദിസ് വിൽ ബി അവർ സെക്കൻഡ് ഇക്വേഷൻ. സംശയമില്ലല്ലോ. ആഫ്റ്റർ 2 ഇയേഴ്സ് റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ 2 ഇക്വേഷൻസുമായി ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, 2 ഇക്വേഷൻസുമായി ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, 3y - x = 8. ഇതായിരുന്നു നമ്മളെ ഫസ്റ്റത്തെ ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു, x - 2y = 2. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ ആരെങ്കിലും കോഎഫിഷ്യൻസ് ഈക്വൽ ആണോ നോക്കണം. ആണോടാ, അല്ലേ. ഇവിടെ ഒരു എക്സ് ആണ്, ഇവിടെ ഒരു എക്സ് ആണ്. സോ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആരെ എലിമിനേറ്റ് ചെയ്താൽ മതിയാവും, എക്സിനെ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ മതിയാവും. അങ്ങനെയാടാ എക്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യൽ. ഈ ഇവിടുന്ന് എക്സിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ, എന്ത് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ, അതിന് മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞു. ഇപ്പം എലിമിനേറ്റ് ചെയ്യേണ്ട ആൾക്കാരെ നോക്കാം, രണ്ടാളും വേറെ വേറെ സൈനല്ലേ, ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു ആഡ് ദാറ്റ് ഇക്വേഷൻസ്. ഓക്കെ, വി ഹാവ് ടു ആഡ് ദീസ് 2 ഇക്വേഷൻസ്. നമ്മൾ ഈ 2 ഇക്വേഷൻസ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ, ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യാണ് വേണ്ടത്. സോ ഇക്വേഷൻ 1 + ഇക്വേഷൻ 2, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ഒന്ന് ആഡ് ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് ചെയ്യാം. ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ചെയ്തോ, പ്രശ്നമില്ല. ഇവിടെ ഒരു 3y പിന്നെന്തുണ്ട്, ഒരു -x, 3y - x
ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എഴുതി പ്ലസ് താഴെ എന്തുണ്ട് എക്സ് മൈനസ് 2y ഈക്വൽ ടു 8+2. ഓക്കെ അല്ലേടാ. ഇനി നോക്കിക്കോ, ഇവിടെ ഒരു -x ഇവിടെ ഒരു +x അല്ലേടാ. അപ്പോൾ x - x എന്തായിപ്പോയി 0 ആയിപ്പോയി. ഇനി ബാക്കി ആരെയും ഇവിടെ ഒരു 3y ബാക്കിയുണ്ട്, പിന്നെ ഒരു -2y ബാക്കിയുണ്ട്. ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി 8+2 10. ദാറ്റ് ഈസ് 3y - 2y. 3y - 2y എത്രയാടാ 1y അല്ലെങ്കിൽ y അല്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ 3 ചോക്ലേറ്റ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് 2 തന്നാൽ ബാക്കി എൻ്റെ കയ്യിൽ എത്രയല്ലോ ഒറ്റൊന്നല്ലല്ലോ. സോ എൻ്റെ കയ്യിൽ 3 y ഉണ്ട്, 2 y നിങ്ങൾക്ക് തന്നു. സോ എൻ്റെ കയ്യിൽ ബാക്കി എത്രയല്ലോ ഒറ്റൊരു y അല്ലേ ബാക്കിയല്ലോ. സോ y ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും 10. സോ 1 കിട്ടി, y നമുക്ക് 10 കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത് എക്സ് അല്ലേ കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 ഇക്വേഷൻസ് നമുക്കുള്ളത്. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു എന്ന് വിചാരിക്കുക, എക്സ് അത് നമ്മൾ ഇഷ്ടമാണ് കേട്ടോ, ഒന്നാമത്തതോ രണ്ടാമത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ മക്കളെ. അപ്പോൾ x - 2y = 2 ഇതാണ് നമ്മൾ ഇക്വേഷൻ. അതിൽ y = നമുക്ക് എത്ര കിട്ടി 10 കിട്ടി. സോ നമുക്ക് yക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം 10 കൊടുത്തൂടെ. അപ്പോൾ ഇതെന്തായിട്ട് മാറും x - 2 × 10 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി 2 അല്ലേ. അപ്പം 2 × 10 ചെയ്താൽ എത്ര 20. സോ x - 20 ഈക്വൽ ടു 2. ഞാൻ നോക്കിക്കോ, എക്സ് ആണ് കണ്ടത്, -20 ഇപ്പുറത്ത് കൊണ്ടുവന്നു. സോ അതെന്തായിട്ട് മാറി +20 ആയിട്ട് മാറി. സോ x ഇസ് ഈക്വൽ ടു എത്ര കിട്ടി 2 + 20. ദാറ്റ് ഈസ് x ഇസ് ഈക്വൽ ടു 22. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി, റഹീമിൻ്റെ ഏജ് നമുക്ക് കിട്ടി എത്ര 22 അല്ലേ. റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് 22ഉം രാമുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഓക്കെ റഹീമിൻ്റെ എക്സ് നമ്മൾ റഹീമിൻ്റെ ഏജ് ആയിട്ടുള്ള എടുത്ത്, റഹീമിൻ്റെ ഏജ് എക്സ് 22ഉം വൈ നമുക്ക് എത്ര കിട്ടി 10ഉം. വേണമെങ്കിൽ ഇത് ശരിയാണോ നോക്കാം. ബിഫോർ 4 years ago 4 കൊല്ലം മുമ്പ് രണ്ടാൾ ഏജ് എത്ര ആയിരിക്കും, റഹീമിൻ്റെ ഏജ് എത്ര ആയിരിക്കും കൂടാ 22 4 കുറച്ചാൽ എത്ര 18 വയസ്സ്. രാമുവിന് എത്ര വയസ്സായിരിക്കും 10 4 കുറച്ചാൽ എത്ര 6 വയസ്സ് അല്ലേ. 6 × 3 അല്ലേ 18 അല്ലേ. 18 എന്ന് പറയുന്നത് 6ൻ്റെ 3 ടൈംസ് അല്ലേ. 6 × 3 6 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 18 എന്ന് കിട്ടും. ഇനി ആഫ്റ്റർ 2 years അല്ലേ, 2 കൊല്ലം കഴിഞ്ഞാൽ റഹീമിൻ്റെ ഏജ് എത്രയാടാ 24 വയസ്സ്. രാമുവിൻ്റെ ഏജ് എത്ര 12. 12ൻ്റെ ഡബിൾ അല്ലേ 24. ആൻസർ കറക്റ്റ് അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ ചെയ്ത രീതി മനസ്സിലായല്ലോടാ മക്കളെ. അപ്പം നോക്കണം, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്തായാലും എക്സാമിനുണ്ടാവും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ടും തരാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ തരാൻ വേണ്ടി പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. 5 years ago, Jacob's age was 7 times that of his son. 7 times that of his son. 7 times that of his son. 5 years ago, Jacob's age was 7 times that of his son. Okay, question എഴുതിയല്ലോ. 5 years ago, Jacob's age was 7 times that of his son. Okay, Jacob's age was 7 times. So, okay, 7 times that of his son. Okay. After 5 years, it will be 3 times. After 5 years, after 5 years, the age of Jacob. After 5 years, the age of Jacob will be 3 times that of his son. Will be 3 times that of his son. What are the present ages? What are the present age? What are the present age? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ മക്കളെല്ലാവർക്കും, ഓക്കെ അല്ലേ. അപ്പോൾ ഡയറക്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോട്ടെ. അപ്പം ഏജ് നമുക്ക് എക്സും വൈ ആയിട്ട് എടുക്കാം. സോ ലെറ്റ് ദ ഏജ് ഓഫ് ജേക്കബ് വിൽ ബി എക്സ് ആൻഡ് ഏജ് ഓഫ് ഹിസ് സൺ വിൽ ബി വൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യം വീഡിയോ ഇപ്പോൾ പോസ് ചെയ്യുക. എന്നിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും
ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധയോടെ ഭയങ്കര കെയർ എടുത്തിട്ട് സമയം എടുത്തിട്ട് വായിക്കാം. സമയം എടുത്ത് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അതിനുശേഷം മാത്രം വീഡിയോ പ്ലേ ചെയ്യാം. അപ്പം നിങ്ങളുണ്ടാക്കിയ ഇക്വേഷനും ഞാൻ ഉണ്ടാക്കിയ ഇക്വേഷനും സെയിം ആണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ വീഡിയോ പോസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ രണ്ടാൾ ഇക്വേഷൻ കമ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് ഇക്വേഷൻ എഴുതി എല്ലാവരും എഴുതിക്കോ. എഴുതിക്കഴിഞ്ഞാടാ മക്കളെ? ഓക്കെ അല്ലേ? നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ഇനി നോക്കാം. അപ്പോൾ നോക്കിക്കോടെ, ഞാൻ ചെയ്യുന്നത് 5 years ago അല്ലേ, 5 കൊല്ലം മുമ്പേ. 5 years ago രണ്ടാൾ ഏജ് എത്ര ആയിരിക്കും? 5 years ago ഏജ് ഓഫ് ജേക്കബ് എത്ര ആയിരിക്കും? ഈ പൂലേനേക്കാൾ ഒരു 5 വയസ്സ് കുറവല്ലേടാ. സോ എത്ര ആയിരിക്കും? x-5. ഇവിടെ എത്ര ആയിരിക്കും? y-5. രണ്ടാൾക്ക് 5 വയസ്സ് കുറവായിരിക്കും. 5 years ago നോക്കിക്കോ, ജേക്കബ് ഏജ് വാസ് 7 times ദാറ്റ് ഓഫ് ഹിസ് സൺസ് ഏജ്. ജേക്കബിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഓൻ്റെ മോൻ്റെ ഏജിൻ്റെ 7 times എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. മകൻ്റെ ഏജിനോട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആരെ ഏജ് കിട്ടും? ജേക്കബിൻ്റെ ഏജ് കിട്ടും. ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സോ x-5 ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 7 × y എത്ര? 7y. ഓക്കെ, ഇനി 7 × 5 അപ്പോൾ മൈനസ് വന്നുകൊണ്ട് -35. ഓക്കെ, 7 × 5 35. അപ്പോൾ നമുക്ക് x എല്ലാം ഒരു സ്ഥലത്ത് വെക്കാം, y എല്ലാം ഒരു സ്ഥലത്ത് വെക്കാം. നോക്കടാ, അത് നമ്മൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. വേണമെങ്കിൽ y നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്പർ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതെല്ലാം നമ്മൾ സൗകര്യമാണ് കേട്ടോ, നമ്മൾ ഇഷ്ടം പോലെയാണ്. ഞാനിപ്പം -35 ഇപ്പുറം കൊണ്ടൊന്ന് വിചാരിക്കാം. -35 ഇപ്പുറത്ത് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? +35 ആയിട്ട് മാറും. ആൻഡ് +x അങ്ങോട്ട് പോകുന്ന സമയത്ത് -x ആയിട്ട് മാറും. സോ -35 ഇപ്പുറം വരുമ്പോൾ +35 ആയി. പിന്നെ ഇവിടെ ആരെ ബാക്കിയുള്ളൂ? -5 ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട്? 7y ഉണ്ട്. +x ഇങ്ങോട്ട് വരുന്ന സമയത്ത് -x. 35 - 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30. സോ 30 = 7y - x. നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതാലോ. 7y - x = 30. ഇതായിരിക്കും നമ്മളെ ഫസ്റ്റത്തെ ഇക്വേഷൻ. ഓക്കെ, 7y - x = 30. ഇത് നമ്മളെ ഫസ്റ്റത്തെ ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷനിലേക്ക് പോവാം നമുക്ക്. അടുത്ത ഇക്വേഷൻ എന്താ? ആഫ്റ്റർ 5 years അല്ലേ, 5 കൊല്ലം കഴിഞ്ഞിട്ടാകുമ്പം. അപ്പം ആഫ്റ്റർ 5 years രണ്ടാൾ ഏജ് എത്ര ആയിരിക്കും കൂടാ? രണ്ടാൾക്ക് 5 വയസ്സ് കൂടൂലേ? ജേക്കബിൻ്റെ ഏജ് എത്ര ആയിരിക്കും? x+5 അല്ലേ. എൻ്റെ ഇവൻ്റെ സണ്ണിൻ്റെ ഏജ് എത്ര ആയിരിക്കും? y+5. ഇനി നോക്കിക്കോ, ആഫ്റ്റർ 5 years ദ ഏജ് ഓഫ് ജേക്കബ് വിൽ ബി 3 times ദാറ്റ് ഓഫ് ഹിസ് സൺ. ഓക്കെ, ജേക്കബിൻ്റെ ഏജ് പറയുന്നത് ഓൻ്റെ മകൻ്റെ വയസ്സിൻ്റെ 3 times ആയിരിക്കും. സോ മകൻ്റെ വയസ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആര് ഏജ് കിട്ടും? ജേക്കബിൻ്റെ ഏജ് കിട്ടും. ക്ലിയർ അല്ലേ സംഭവം? ഓക്കെ അല്ലേ? സോ ഇതെന്തായിട്ട് മാറും? x+5 = ഇവിടെ നമുക്ക് ചെയ്യാം 3 × y ദാറ്റ് ഈസ് 3y. പിന്നെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട്, കുറേ ആയാലും ഒരേ ടൈപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ സ്പീഡാക്കുന്നത് കേട്ടോ. 3 × 5 നമുക്ക് എത്ര കിട്ടും? 15. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയിലും ഒരു സ്ഥലത്ത് വെക്കാം. ഞാനിതാ +5 അപ്പുറത്ത് കൊണ്ട്, +5 അപ്പുറത്ത് പോകുമ്പോൾ -5. ഞാൻ എന്തിനാ അത് അപ്പുറത്ത് കൊണ്ട് വെച്ചാൽ, ഇപ്പോൾ +5 അപ്പുറത്ത് പോകുമ്പോൾ 15 - 5 10 ഒരു പോസിറ്റീവ് നമ്പർ ആവില്ലേ. നേരെ മറിച്ച് നിങ്ങൾ +15 ഇങ്ങോട്ട് വരുമ്പോൾ ഇടാ -15 ആവും. അപ്പോൾ അത് നെഗറ്റീവ് നമ്പർ വരുന്നതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമ്മളിഷ്ടം പോലെ. അപ്പോൾ +5 അപ്പുറം കൊണ്ടുവന്നു, +3y ഇപ്പുറം കൊണ്ടുവന്നു. സോ എക്സ് ഓൾറെഡി ഇവിടെയുണ്ട്. +3y ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? -3y = 15 ഓൾറെഡി ആഡ് ഉണ്ട്. +5 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? -5 ആയിട്ട് മാറും. സോ x - 3y = 15 - 5. 15 - 5 എന്ന് പറഞ്ഞാൽ എത്ര? 10. സോ ഇതായിരിക്കും നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ. x - 3y = 10. ഓക്കെ, x - 3y = 10. ഇതായിരിക്കും നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടിയത്? നിങ്ങൾക്ക് ചിലപ്പം 3y - x = -10 എന്നെല്ലാം കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ടേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇക്വേഷൻസ് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 7y - x = 30. ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എത്രയാണ്? x - 3y = 10. ഇതാണ് നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ. x - 3y = 10. ഇനി സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഈക്വൽ ആണോ നോക്കാം. ഈക്വൽ അല്ലേ ഇടാ? ആരാ? എക്സിൻ്റെ കോഎഫിഷ്യൻസ് രണ്ടും ഈക്വൽ അല്ലേ? സോ
നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ ഈ രണ്ട് എലിമിനേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ, എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലേ. കാരണം ഇവിടെ എക്സ് മൈനസ് ഇവിടെ എക്സ് പോസിറ്റീവ് അല്ലേ. സോ രണ്ടും വേറെ വേറെ സൈൻ ആണെങ്കിൽ ഇക്വേഷൻസ് ആഡ് ചെയ്താൽ മതിയില്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമ്മൾ ആഡ് ചെയ്യണം. ഞാൻ ഡയറക്റ്റ് ആഡ് ചെയ്യട്ടെ മക്കളെ, അല്ല നിങ്ങൾ മറ്റു ചേഞ്ച് ചെയ്തോ. ഇവിടെ ഒരു 7y പിന്നെ പ്ലസ് ഇവിടെ ഒരു -3y. അപ്പോൾ ആ ഡയറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. 7y മൈനസ് 3y, 7yന്ന് 3y കുറച്ച ബാക്കി എത്ര, 4y. ഇനി -x + x അതെന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. നിങ്ങൾ മറ്റച്ച് എഴുതിക്കോ, കുറേ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയത്. അവിടെ 7 - 3y ചെയ്യുക, 4y -x + x 0 ആയിപ്പോൾ ഈക്വൽ ടു. ഓക്കെ, അപ്പം നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് 7y പ്ലസ് -3y എന്നാണ്, പ്ലസും മൈനസും മൈനസായിട്ട് മാറുന്നതാണ് കേട്ടോ. സോ 30 + 10 നമുക്ക് എത്ര കിട്ടും, 40. സോ 4 × y = 40. അപ്പോൾ ഇൻറ്റു 4 ഇങ്ങോട്ട് വരുമ്പം /4. സോ y = നമുക്ക് എത്ര കിട്ടും, 40/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. സോ y നമുക്ക് എത്ര കിട്ടി, 10 കിട്ടി. അതായത് അവൻ്റെ മോൻ്റെ ഏജ് നമുക്ക് കിട്ടിയല്ലോ എത്ര, 10. അപ്പോൾ ഇനി ആരെ ഏജും കൂടി കണ്ടുപിടിക്കണം, ജേക്കബിൻ്റെ ഏജ്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. കുറേ അതിൽ ചെയ്യുന്നത്, അപ്പം ഇതും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഹോംവർക്കായിട്ട് തരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇപ്പോൾ ചെയ്തതും ഇനി പറയാൻ പോകുന്നത് രണ്ടും ഹോംവർക്കായിട്ട് തരാനായിരുന്നു വിചാരിച്ചത്. പിന്നെ ഒന്നും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്നെ തരുന്ന ക്വസ്റ്റ്യനും കൂടി നിങ്ങളൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോ. 5 years ago Raju was 5 years ago Raju was thrice എന്ന് പറഞ്ഞാൽ 3 times. ഓക്കെ, thrice as old as Sonu. 5 years ago Raju was thrice means 3 times, thrice as old as Sonu. രാജുവിൻ്റെ വയസ്സ് സോനുവിൻ്റെ ഏജിൻ്റെ 3 times ആണ്. അപ്പം 5 കൊല്ലം മുമ്പ്. ഫുൾ സ്റ്റോപ്പ്. 10 years later 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 10 years later Raju will be twice means double. Raju will be twice as old as Sonu. Raju will be twice as old as Sonu. How old are Raju and Sonu? 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 ഓക്കെ അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം മക്കളെ. ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം, ക്ലിയർ ആക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യാലോ. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യണം, നിങ്ങളെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് പോകണം മക്കളെ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യാലോ. അപ്പോൾ താങ്ക്സ് ഓൾ ഓഫ് യു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ അല്ലേ, ശരി.